ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി ഒരു സെഷൻ ചെയ്യണം വെച്ചാൽ അത് കുറച്ചുകൂടി റെസൊനേറ്റ് ആവും. എന്നുവെച്ചാൽ അതിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ജനറൽ റീഡിങ്സ് ഇന്ന് ചെയ്യണ പോലെ റീഡിങ്സിലേക്ക് കുറേ ആൾക്കാരുടെ എനർജീസ് ഇൻവോൾവ് ആണ്. അപ്പോൾ ചില മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. പക്ഷേ പ്രൈവറ്റ് റീഡിങ്ങിൽ അത് നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇമെയിൽ ID, വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ കൂടി ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരും. അതല്ല വെച്ചാൽ മെയിൽ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, ആൻഡ് കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് മുമ്പേ പറഞ്ഞ മാതിരി അങ്ങനെയാണ് വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ എത്രയാ പറ്റുന്ന വെച്ചാൽ അത്ര ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഒക്ടോബർ മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് ഈ റീഡിങ്ങിൽ നമ്മൾക്ക് കാണാം. അപ്പോൾ വർഗോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒക്ടോബർ മെസ്സേജസ് നമ്മൾക്ക് കാണാം. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി? പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റിസ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി സ്ട്രെങ്ത്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് ഹാങ്ഡ് മാൻ. എല്ലാം മേജർ ആർക്കാനാസ് ആണ് കേട്ടോ. പാസ്റ്റിൽ ജസ്റ്റിസ്, കറണ്ടിൽ സ്ട്രെങ്ത് ആൻഡ് ഫ്യൂച്ചറിൽ ഹാങ്ഡ് മാൻ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബർ ഒരു സിഗ്നിഫിക്കൻറ്റ് മാസമാണ്. എന്ന് വെച്ചാൽ എല്ലാ മേജർ ആർക്കാനാസ് ഉണ്ടാവുമ്പോൾ ഒരു വലിയ ചേഞ്ചിന്റെ ഇൻഡിക്കേഷൻ ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് ഒക്ടോബർ മാസത്തിന്റെ ചാലഞ്ച്? മൂൺ. ഇത് വേറെ ഒരു മേജർ ആർക്കാനയാണ്. മൂൺ, ക്യാൻസർ, പൈസീസ് എനർജി. നിങ്ങളുടെ അഡ്വൈസ് ആണ് 4 of Cups. ആൻഡ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് 4 of Wands. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ 2 of Swords ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ വർഗോ, ഞാൻ പറഞ്ഞ മാതിരി 1, 2, 3, 4 മേജർ ആർക്കാനസ്. അപ്പോൾ കുറെ സിഗ്നിഫിക്കൻറ്റ് മന്ത് ആണ് ഒക്ടോബർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് മാസമാണ്. ഓക്കെ, അപ്പോൾ 2 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങളൊരു ക്രോസ് റോഡ്സിലാണ്. ഒരു ഇമോഷണലും പ്രാക്ടിക്കൽ എനർജിയുടെ ഇടയ്ക്ക് നിങ്ങൾ ഒരു സ്റ്റക്കായ മാതിരി. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏത് വഴിയാണ് പോകണ്ടെന്ന് അറിയാത്ത എനർജിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസിഷൻ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ ഡിസിഷൻ? 2 of Swords എന്താണ് ഇവിടെ എനർജി? Queen of Swords. അപ്പോൾ Queen of Swords ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് ചോയ്സ് നിങ്ങൾക്ക് എടുക്കാണ്ട് പക്ഷെ ആ ക്ലാരിറ്റി നിങ്ങൾക്കില്ല. പറഞ്ഞാൽ പ്രാക്ടിക്കൽ എനർജി ആണോ ഒരു ഇമോഷണലി ആണോ ഡിസിഷൻ എടുക്കണ്ടേ എന്നുവെച്ചാൽ നിങ്ങൾക്ക് 2 സൈഡിലും ഒരു ടഗ് ഓഫ് വാർ മാതിരി ഉണ്ട്. അപ്പോൾ ഒരു മേജർ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാണ്ട് ഇവിടെ കാപ്രിക്കോൺ എനർജി കാണാണ്ട് ഇത് ഒരു ടോക്സിക് സിറ്റുവേഷൻ്റെ എനർജിയുമാണ്. ഒരു ടോക്സിക് പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യണത്. ഓറൽസ് എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കുറെ ടോക്സിക് ആണ്. ഇത് ഒരു സ്റ്റാഗ്നൻസിയും ആവാം. നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കാണ്ട് ഒരു ക്രോസ് റോഡ്സിൽ ഉണ്ടാവുമ്പോൾ അതും ഒരു ഡെവിൽ എനർജി അവിടെയും നമ്മൾക്ക് കാണാം. എന്ന് വെച്ചാൽ അതൊരു ടോക്സിക് സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ മുമ്പോട്ട് പോകില്ല. ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതും ചിലപ്പോൾ ഒരു ടോക്സിസിറ്റി കൊണ്ടുവരും. അപ്പോൾ എന്തോ ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാണ്ട് പക്ഷെ ആ ഡിസിഷൻ എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. ഇപ്പൊ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ മേ ബി
നിങ്ങളുടെ സിറ്റുവേഷൻ ടോക്സിക് ആയിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ടോക്സിക് ആവാം. ഇതൊരു കരിയർ സിറ്റുവേഷൻ ആണ് വെച്ചാലും എന്തോ ഒരു അൺഹെൽതി സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഡീൽ ചെയ്യണത് ഓഫീസിൽ, കരിയറിൽ. അപ്പോൾ പാസ്റ്റിൽ ജസ്റ്റിസ് ഉണ്ട്, ലീബ്ര എനർജി. പാസ്റ്റിൽ ഇതൊരു ബാലൻസ്ഡ് എനർജിയാണ്. ജസ്റ്റിസ് ചിലപ്പോൾ ഒരു മാരേജിന്റെ എനർജി ആവാം, ഇതൊരു ലീഗൽ കോൺട്രാക്ട് ആവാം, ഇല്ല ഒരു ലീഗൽ സിറ്റുവേഷൻ ആവാം. ഈ ജസ്റ്റിസ് എന്താണ് ഇവിടെ? ജസ്റ്റിസ് ചിലപ്പോൾ കാർമിക് ജസ്റ്റിസും ആവാം. അപ്പൊ ഇവിടെ മെജിഷ്യൻ ഉണ്ട്. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റില്, ഓക്കെ. പക്ഷെ ഇവിടെ 8 ഓഫ് സോഡ്സ് കാണുന്നു. അപ്പൊ ആ സ്റ്റാഗ്നൻസി ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ആ സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിഷ് ഉണ്ട്, നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് മുമ്പോട്ട് പോണില്ല. ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി ആണ് വന്നിരിക്കുന്നത്. ഇത് മുമ്പോട്ട് പോണില്ല, നിങ്ങൾക്ക് എന്താ ഉണ്ടാവാന്ന് അറിയില്ല. ഇതൊരു കരിയർ സിറ്റുവേഷൻ ആണ് വെച്ചാൽ എന്തോ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്തോ മാനിഫെസ്റ്റും ചെയ്യണ്ട, അത് ഉണ്ടാവുന്നില്ല, അത് വരുന്നില്ല. അപ്പൊ അതിൽ നിങ്ങൾ കുറെ ഒരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യണു. കറന്റ് എനർജി സ്ട്രെങ്ത് ആണ് ലിയോ എനർജി. അപ്പൊ കറന്റ് എനർജിയിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ഡിസിഷൻസ് എടുക്കാൻ നോക്കുന്നുണ്ട്. പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്യാനും നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ മുമ്പോട്ട് പോണില്ല, എന്തോ ഒരു സ്റ്റാഗ്നന്റ് ആയി പോയി. ഈ സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് ഇവിടെ? നൈറ്റ് ഓഫ് വാൻസ്. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറെ ഒരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ഒരു ഫയർ സൈൻ ഞാൻ കാണുന്നുണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കമ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർ മെസ്സേജ് ചെയ്യും, പിന്നെ അവർ മെസ്സേജ് ചെയ്യില്ല. സഡൻലി അവർ പിന്നെ ആദ്യം തിരിച്ചു വരും, ആദ്യം മെസ്സേജ് ചെയ്യും, പിന്നെ ആദ്യം അവർ ഡിസപ്പിയർ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം ഇത്. ഓറൽസ് ഈ പേഴ്സന്റെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേറെ അഫെയർസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും സ്റ്റക്കായി ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്താ വേണ്ടെന്ന് അറിയാത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ, ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് കുറെ സ്ട്രോങ് ആയിട്ട് ബൗണ്ടറീസ് വെക്കാൻ പറയണത്. എന്ന് വെച്ചാൽ മേ ബി ഈ പേഴ്സൺ സീരിയസ് അല്ല ഈ സമയത്ത് നിങ്ങളെ കുറിച്ച്, ഓക്കെ. അപ്പൊ ഇവിടെ നൈറ്റ് ഓഫ് വാൻസും സ്ട്രെങ്ത് എന്താണ്? എംപ്രസ്, സോറി. ചാരിയറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാണ്ട് വർഗോ, നിങ്ങൾ എംപ്രസ് എനർജിയിലാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, നിങ്ങൾക്ക് ഫോർവേഡ് മൂവ്മെന്റ് വേണം എന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്റ്റക്കും സ്റ്റാഗ്നന്റ് ആയി ഇരിക്കേണ്ട. നിങ്ങൾക്കൊരു ഡിസിഷൻ വേണം. ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേ, ഈ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ആണോ അല്ലേ. അപ്പൊ അങ്ങനത്തെ ചോയ്സ് നിങ്ങൾക്ക് ഈ പേഴ്സൺ ആ ഡിസിഷൻ എടുക്കില്ല വെച്ചാൽ നിങ്ങൾക്ക് എവിടെയോ ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. ആൻഡ് അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പെക്ടേഷനും ഈ പേഴ്സന്റെ എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ എനർജിയും ആ പേഴ്സന്റെ എനർജി ഡിഫറെന്റ് ആണ്. നിങ്ങൾ എംപ്രസ് എനർജിയിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫ് റിലേഷൻഷിപ്പിനെയൊക്കെ സീരിയസ്ലി എടുക്കണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണം, നിങ്ങൾക്കൊരു ഫാമിലി വേണം. മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ട്. മേ ബി നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, ഡിവോഴ്സ്ഡ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു വേ വേണം, നിങ്ങൾക്കൊരു ഡിസിഷൻ ഇവിടെ വേണം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരു ഗോളില്ലാത്ത റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാഗ്നൻസി ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഔട്ട്കം നിങ്ങൾക്ക് അതാണ് വേണ്ടത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഹാങ്ഡ് മാൻ ആണ്, പൈസീസ് എനർജി. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ഇവിടെ നിങ്ങൾ ആ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. ഓരൽസ് ഒരു സൊല്യൂഷൻ, ഇവിടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമോ എന്നാണ് നിങ്ങൾ നോക്കണത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു സ്റ്റാഗ്നന്റ് എനർജി തന്നെയാണ്, ഓക്കെ. അപ്പൊ ഈ ഹാങ്ഡ് മാൻ എന്താണ്? ഇവിടെ കുറച്ച് ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ റിജക്റ്റഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഓരൽസ് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു നെഗറ്റീവ് എനർജിയും കൂടി ഉണ്ട്. കുറെ വേറെ ആൾക്കാർ ഇതിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതല്ല വെച്ചാൽ കുറെ ഗോസിപ്പ് ഉണ്ട് നിങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് മേ ബി ഈ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും
ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ പേഴ്സന്റെ വേറെ അഫയർസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ കുറെ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത് ഫ്യൂച്ചറിൽ. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് മൂന്നാണ്. അപ്പൊ ഇവിടെ എന്തോ സീക്രറ്റ്സ് ഉണ്ട് ഈ പേഴ്സണെ കുറിച്ച്. ഈ പേഴ്സൺ നിങ്ങളോട് എല്ലാം കാര്യം തുറന്ന് പറയൂണില്ല, എന്തോ അവർ ഒളിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് എല്ലാം അറിയില്ല. ഓക്കെ, അവർ പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഓണസ്റ്റ് അല്ല ഈ റിലേഷൻഷിപ്പിൽ. അവരെന്തോ മറച്ചു വെക്കുന്നുണ്ട്. മൂൺ ക്യാൻസർ പൈസീസ് എനർജിയാണ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കുറെ സീരിയസ് ആണ്, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ റെഡ് ഫ്ലാഗ്സ് കാണാൻ പറ്റില്ല. ഈ പേഴ്സൺ എന്തിനാണ് ഇങ്ങനെ ഡിലേ ചെയ്യണേ, എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കണേ, അതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ആ റിയാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളോട് പറയണത് എന്തോ ആണ്, ആൻഡ് അവർ ചെയ്യണത് വേറെ എന്തോ ആണ്. അതാണ് ഒരു ഡ്യൂപ്ലിസിറ്റി ഉണ്ട് ഈ പേഴ്സണിൽ. ഓക്കെ, അവര് പറയണത് വേറെ കാര്യം ആൻഡ് ചെയ്യണത് വേറെ കാര്യം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടണത്. നിങ്ങൾക്ക് അഡ്വൈസ് 4 ഓഫ് കപ്സ് ആണ്. അപ്പൊ 4 ഓഫ് കപ്സ് അഡ്വൈസ് ഇവിടെ എന്താ വെച്ചാ, നിങ്ങളുടെ ലൈഫിൽ വേറെ ഓഫേഴ്സും ഉണ്ട്, വേറെ ആൾക്കാരും ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഓഫേഴ്സിനെയൊക്കെ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഈ പേഴ്സന്റെ മുകളിലേ ഉള്ളൂ. നിങ്ങൾക്ക് ആ പേഴ്സന്റെ റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ ഇഗ്നോർ ചെയ്യാണ് കംപ്ലീറ്റ്ലി. ഓക്കെ, ആൻഡ് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ വേറെ ആൾക്കാർ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട വെച്ചാലും നിങ്ങൾ അതിലൊന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, നിങ്ങൾ ആ സൈഡിൽ നോക്കണം കൂടിയില്ല. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, മേ ബി നിങ്ങൾക്ക് കുറച്ച് ഒരു ഓപ്പൺ മൈൻഡ് വെക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇതൊരു ഡിഫിക്കൾട്ട് സൈക്കിളാണ്. ഇത് ഓൾറെഡി ഒരു കംപ്ലീഷനിൽ എത്തിയിരിക്കണു. ഈ സിറ്റുവേഷൻ ഇപ്പൊ മുമ്പോട്ട് പോവില്ല. എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി കുറെ ഒരു ബേർഡൻ ആയിരിക്കണു. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഇതിനെ റിലീസ് ചെയ്യാൻ സമയമായിരിക്കണു. ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കും കുറച്ചൊരു ഓപ്പൺ മൈൻഡ് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇത് യൂണിവേഴ്സിന്റെ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് അങ്ങനെയാണ് ഇതിന്റെ ഡെസ്റ്റിനി. ഈ റിലേഷൻഷിപ്പ് ഇത്ര വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായിരിക്കണം. 4 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പൊ 4 ഓഫ് വാൻഡ്സ് ഒരു സെലിബ്രേഷൻ ആണ്, ഒരു റിലേഷൻഷിപ്പ് ആണ്. ഇത് ഹിഡൻ ഫാക്ടറിൽ എന്തുകൊണ്ടാണ് കാണുന്നത്? നിങ്ങളുടെ സോൾമേറ്റ് ആക്ച്വലി വേറെ ആരുമാണ്. ആൻഡ് അത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ആരുമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഈ പേഴ്സണെ അറിയാം. ആൻഡ് ഇതൊരു പുതിയ പേഴ്സൺ ആണ്, ഇതൊരു പാസ്റ്റ് പേഴ്സൺ അല്ല. ഇവിടെ ഏരീസ് എനർജി കാണാണ്ട് ഈ പേഴ്സൺ ആരാണ്, ഈ പുതിയ പേഴ്സൺ വരാൻ പോണ പേഴ്സൺ ആരാണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇത് ഈ വരാൻ പോണ പേഴ്സൺ എല്ലാവർക്കും ഒബ്വിയസ്ലി ഈ പേഴ്സൺ ഒക്ടോബറിൽ ചിലപ്പോൾ വരില്ല. ചിലവർക്ക് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ മാതിരി ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റവർക്ക് മേ ബി ഈ പേഴ്സൺ റൈറ്റ് സമയത്ത് അവർ നിങ്ങളുടെ ലൈഫിൽ വരും. പക്ഷെ ഇത് എന്ന് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ഡെസ്റ്റിനിയുടെ കളിയാണ്. എല്ലാവർക്കും സമയം വേറെ മാതിരിയാണ്, എല്ലാവരുടെയും സമയം വേറെയാണ്. അപ്പോൾ ആ ശരിയായ സമയമാകുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മേ ബി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റിയലൈസേഷൻ വന്നിട്ടില്ല ഇതുവരെ. ആൻഡ് ഈ പേഴ്സൺ ആദ്യം നിങ്ങളുടെ എനർജിയിൽ റീ എൻറ്റർ ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അത് ശരിയായ സമയത്ത് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പൊ ഔട്ട്കം നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഇൻഫർമേഷന്റെ എനർജിയാണ്. ഇല്ലച്ച ഞാൻ പറഞ്ഞ മാതിരി മേ ബി ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേഗം വരാൻ പോകുന്നുണ്ട്. എംപറർ ഇവിടെ കാണാണ്ട്, ഏരീസ് എനർജി. ക്വീൻ ഓഫ് വാൻഡ്സ് കാണാണ്ട്, കുറെ ആൾക്കാരുണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പൊ കുറെ പാഷനറ്റ് ന്യൂ ബിഗിനിങ്സ് ഉണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ വരും, ഓർഎൽസ് നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ടും കുറെ അതർ ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ്, എംപറർ, ഏരീസ് എനർജി എല്ലാം വേറെ
ആൾക്കാരും നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഹിഡൻ ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് അറിയില്ല ഇവർ ആരാണെന്ന്. ആൻഡ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ സൂക്ഷിച്ച് ഡിസൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ പറഞ്ഞ ഈ ചോയ്സസിൽ എല്ലാവരും നിങ്ങളുടെ പാർട്ട്ണർ ആവില്ല, എല്ലാവരും നിങ്ങളുടെ സോൾമേറ്റ് ആവില്ല. അപ്പോൾ ശരിയായി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റ്യൂഷൻ അതാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുക. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവില്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണത് അതാണ് കേൾക്കേണ്ടത്. ഇവിടെ സ്ട്രോങ് ഫയർ സൈൻ ഞാൻ കാണുന്നുണ്ട്. ഏരീസ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു എനർജി ഞാൻ ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളുടെ നെക്സ്റ്റ് പേഴ്സൺ ഒരു ഏരീസ് ആയിരിക്കാം. പക്ഷെ ആ പേഴ്സൺ ഏതും സൈൻ ആവാം. ഓക്കെ, ഏരീസ് ആവണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ അങ്ങനെ ആ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് വെർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെങ്ങനെ റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. നിങ്ങൾക്കൊരു പ്രൈവറ്റായി റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.